ഗൈസ്, അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ജേണി. സോ ഫൈസൽക്ക് ബാക്കിലുണ്ട്, ബാസിലുണ്ട് കൂടെ. നമ്മൾ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ മെട്രോന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് കാനൺ ഫെയറിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡ്രസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഏരിയ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഏരിയ ഇതിവിടെ ഉണ്ട്. അപ്പം അതിനൊന്ന് ടാപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇവിടെ നമ്മളെ ഫുൾ ട്രാവലും മെട്രോയിലാണ്. നമ്മൾ ഇവിടെ പോയ സമയത്തൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഉണ്ടായിരുന്ന ടാക്സീസ് ആയിരുന്നു. പക്ഷേ മെട്രോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് പോകേണ്ട സ്റ്റോപ്പുകളിലും നമുക്ക് പോകേണ്ട ഓരോ സ്ഥലങ്ങളിലേക്കും പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ഉണ്ട്. ജസ്റ്റ് ഇവിടുത്തെ മെട്രോയിലുള്ള ഏറ്റവും വലിയ ചടങ്ങ് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം, ബാഗ് സ്കാൻ ചെയ്യണം. ഈ ബാഗ് അതിനുള്ള കൂടെ എടുത്ത് ആ ഒരു ചടങ്ങനെയാണ്. നമ്മൾ അങ്ങനെ നടന്നു പോകാൻ മതി. സോ നമ്മളെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണേ. അപ്പം നമ്മളിതാ നേരെ കാനൺ ഫെയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബാസിലും അതേപോലെ ബാക്കിൽ ഇവിടെ ഫൈസൽക്ക് മിസ്സായോ? അതോടെ ബാക്കിൽ ഫൈസൽക്ക് ഉണ്ട്. സോ എൻ്റെ മെട്രോ കാർഡ് അതിലാണ്. തരൂ രണ്ടും വെക്കല്. മെട്രോയിൽ ആക്സസ് ചെയ്ത് ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മളെ ഫുൾ യാത്രയും. മെട്രോയുടെ ഭയങ്കര ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും മെട്രോയിലാണ് പോകല്. മാക്സിമം നമ്മളെ മന്തി കഴിക്കാൻ ഷോബി എന്നുള്ള XIOBI അതാണ് ഷോബി. ഇതിലേക്കാണ് മെട്രോ മറ്റേ മന്തി കഴിക്കാൻ പോകേണ്ടത്. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഷോബി പോവാൻ മന്തി കഴിക്കുക. മന്തി ഇതുവരെ കഴിച്ചില്ലെങ്കിൽ മസ്റ്റ് പോയി കഴിക്കുക. ഇവിടെ ആരും വരുന്നുണ്ടെങ്കിലും ഷോബി മെട്രോ സ്റ്റേഷൻ ഓർക്കുക, അതേപോലെ മന്തി കഴിക്കുക. അത് നമ്മൾ പറയാനുള്ളൂ. പിന്നെ ഇവിടുത്തെ ഇന്നലെ 1-2 ഡിഷസൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇന്ന് കുറച്ചും കൂടി ഡിഷസ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സിറ്റി ലൈഫിൻ്റെ ബാക്കിലാണ്. അപ്പം അതൊന്ന് മാറിയിട്ട് ഒരു ലോക്കൽസിൻ്റെ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ്സും അല്ലെങ്കിൽ അവിടുത്തെ ഒതൻറ്റിക് ചൈനീസ് ഫുഡ്സൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഫൈസൽക്കൊക്കെ ഇല്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും എന്താണ് എങ്ങനെയാണെന്ന് പറയാനും. ഇന്നലെ വിളിച്ചപ്പം ഷാക്കിർക്ക് പറഞ്ഞു ഒന്ന് കഴിച്ചെന്ന് തന്നെ പറയാമെന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തായ്ലൻഡ് പോയ സമയത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിനി. അതേപോലെ ഇവിടുത്തെ കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റണ ഇവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കും. സോ ബാക്കി എടുത്തിട്ട് കാണാം. നമ്മളെ ട്രെയിന് വെയിറ്റ് ചെയ്യണം. ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലും അതേപോലെ തല കുത്തനെ പോകുന്ന ട്രെയിനിലൊക്കെ കയറണമെന്നുണ്ട്. ബസ്സിലാണ് നമ്മളെ ഗൈഡ് ഇവിടെ. ഫുള്ളി ഇവിടെ നമ്മളെക്കാൾ 15 ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബോസിന്. ഒറ്റക്കൊറ്റക്ക് പോയി പരിചയമായ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മളെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്ക് വഴിവെട്ടി വന്നവരാണ്. ഫൈസൽക്ക ഇന്നത്തെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഫൈസൽക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇൻട്രോ പറയൂ സുഹൃത്തെ. ചിരിച്ച് കളിക്കടി ക്യാമറ ഓണാക്കുമ്പോൾ ഇയാളോട് പാവാണ്. എന്താ പറയുക, ഇന്നലെ മറ്റേ M4 ചോദിക്കുന്നുണ്ട് മുക്കം എന്താ ഫൈസൽക്ക് ഇത്ര പാവായെന്ന്. ചൈനയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയൊരു സാധനം എന്താ, ഇവിടുത്തെ എന്താ പറയാ പട്ടിയും കുട്ടിയും. ചെറിയ മക്കള് ഭയങ്കര രസല്ലേ. ചെറിയ മക്കള് കാണാൻ വേറെ തന്നെ ഉള്ളൊരു മൂടാണ്. നിങ്ങൾക്ക് എന്താ ചൈന വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? പറഞ്ഞു ഓന് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു നാട്ടിൽ കത്തിയിട്ട് പറഞ്ഞുള്ളൂ ചൈന എത്തിയിട്ട് എന്താ ഏറ്റവും ഇഷ്ടമായെന്നുള്ളത്. നിങ്ങൾ സീരിയസ് ആയിട്ട് പറയും, തമാശ അല്ല നാട്ടിൽ ഇപ്പൊ പറയണം. അങ്ങനെ പോകാൻ ശരിയാവാ. ഗൈസ് പൈസേച്ചിന് ഒരാൾ പിടിച്ചിട്ട് എന്തിനോട് നോട്ടീസ് കൊടുക്കാനാ മാങ്ങാന്ന് പറഞ്ഞിട്ട് വയത്തിൽ ഓടിയിട്ട് നോട്ടീസ് കൊടുത്ത് ബോസ്. പക്ഷെ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ഇന്നലെ വരെ നമ്മൾ കാനൺ ഫെയറിൻ്റെ കാറ്റലോഗും അത് എവിടേക്ക് എന്തൊക്കെയാന്നുള്ള ബുക്ക് നമ്മളെ കയ്യിലുണ്ടായിനി. ഇന്ന് പക്ഷേ അത് നമ്മൾ കയ്യിലില്ല. നമ്മൾ നീട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഞാൻ മനസ്സിലാക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ മാപ്പോട്ട് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഇവിടെയുള്ള പോലീസുകാരോട് ആ റിസ്ക് എടുത്തിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സോ വി ആർ മൂവിങ്. ഇതൊരു കാനൺ ഫെയറിലുള്ള ഡിഫറെൻറ്റ് സ്റ്റാളുകളാണ്. ഇവിടെ നമുക്ക് ബേബി ഡ്രസ്സസും അതേപോലെ തന്നെ ഈ ജാക്കറ്റ്സ് അതേപോലെ മെൻ ക്ലോത്തിങ്സ് ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും ഓരോ സ്റ്റാളുകൾ ഉണ്ടാവും. ഇതൊരു 1 hour ഇരുന്ന് കാണേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഇറങ്ങുകയാണ് വേറെ സ്ഥലത്തേക്ക്. സോ ഇങ്ങനത്തെ ഒരു 1000 സ്റ്റാൾസൊക്കെ മേ ബി ഇവിടെ ഉണ്ടാവും. അത്രയും പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് പോവാണ്. അടുത്ത എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ലോർഡ് ആൻഡ് ബാസിൽ.
ഗൈസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാത്തൊരു കാര്യമുണ്ട് ബാസിലിനെ കുറിച്ച്. ബാസിൽ ഒരു MMA ഫൈറ്ററാണ്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇവരെ ഡീലിങ്സ് ഉണ്ടാവുക. എല്ലായിടത്തും ഒരു ടേബിളും ചെയറും കാര്യങ്ങളും ഉണ്ടാവും. അവിടെ അവരുടെ സ്വീറ്റ്സ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് കുടിക്കുക, നമ്മൾ ഡീൽ സംസാരിക്കുക, ഓൾക്ക് ഭാവിയിൽ ഓർഡർ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോകും. ഓലെ കണക്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ഞാനിത് നമ്മളത് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നമ്മളുടെ ഇത്രയും സമയം നമുക്കുണ്ടായിരുന്ന പരിപാടി ഇന്നലെ മിനിയാന്നൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഓരോ ഡീലേഴ്സായിട്ട് കണ്ടിട്ട് ഡീല് സംസാരിക്കലായിരുന്നു. സോ ഇവിടെ അൺലിമിറ്റഡ് പ്രോഡക്ട്സും അൺലിമിറ്റഡ് വെൻഡേഴ്സും ഉണ്ട്. ഡിഫറെൻറ്റ് ഇപ്പോൾ നമ്മളുള്ള സ്റ്റേഷനറി ഏരിയയിലാണ്. ഒരു ഭയങ്കര അടിപൊളി സാധനങ്ങൾ അവിടെയൊക്കെ കാണുന്നു. കളർഫുൾ സാധനങ്ങൾ, ഓഫീസ് ആക്സസറീസും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ആണോ, വെറൈറ്റിയാണ് ഇവിടെ. ഇപ്പം ഇനി ചൈനീസിലേക്ക് പതിയെ ആൾ സ്റ്റെപ്പ് ചെയ്ത് വരുന്നുണ്ട്. കൈ കഴുകാൻ സ്ഥലം ചോദിച്ചപ്പോൾ ആ ഗ്ലൗസ് തന്നാണ്ട് പോയിക്കോളി പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്നു അല്ലാത്ത. അപ്പം ഇന്നത്തെ കാൻഡൻ ഫെയർ ഞങ്ങളിങ്ങനെ അവസാനിപ്പിച്ച് പോരുകയാണ്. ഇവിടെ വൻ ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ക്യാമറാമാൻ ഇതാ പൊസിഷനൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കിട്ടിലും ഫോട്ടോക്കാരെന്നൊക്കെയാണ് പറയണത്. നമ്മൾ നോക്കാം. ഇല്ല കാൻഡൻ ഫെയറിൻ്റെ ഇവിടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. ബേസിൽ ഫ്രം മലപ്പുറം. അവിടെ ആകെ പടിയാവും. തുലാസ് വെറൈറ്റി തുലാസ് കണ്ടപ്പോ തൂക്കി വെക്കാണ്. ഓക്കെ ഗുഡ് ഗൈസ്. പീപ്പ പറഞ്ഞ ഫ്രൂട്ട് ഇട്ടിട്ട് ഗുഡ്. ഇതിനുള്ളൂ ഇതെന്താ? You look like my neighbor. Mama Deta. You know Mama Deta? Mama. Yeah, thank you. Madi. Oh. Thank you. Good. मुश्किल नहीं. How much? പിപി അങ്ങനെ അവനെ കിട്ടിയിരിക്കുന്നു. മലയാളി നമ്മളിവിടെ അടുത്തുള്ള ഒരാളെ ഫ്ലാറ്റ് വന്നതാണ്. സോ എൻ്റെ മോനെ ഏതാ വ്യൂ ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി റിസ്കി ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഫോം വീണാലും കയ്യിൽ നിന്ന് പോവും. പിന്നെ അതിനെ പറ്റി ആലോചിക്കണ്ട. പിന്നെ 30ാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. താഴത്തോടെ വണ്ടികളൊക്കെ പോകുന്നു. സീൻ വ്യൂ, വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ ഇൻ ചൈന. നമ്മളിതുവരെ കണ്ടത് കേട്ടോ. സൂപ്പർ വ്യൂ. അമ്പരച്ചുംബികളായ ബിൽഡിങ്ങിനിടെ കൂടെ ഞങ്ങളിതാ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം തപ്പിയിട്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിതാ ഇവിടെ ലോക്കൽ മാർക്കറ്റുകളൊക്കെ വിട്ടൊന്ന് ഇവിടുത്തെ ഒരു വലിയ മോളുണ്ട്, വാങ്കോ മാൾ. ഗോങ്ഷോനെ പറ്റിയാണെന്നവർക്ക് അറിയായിരിക്കും. അവിടത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്ത നല്ല ഷൂവിൻ്റെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. എന്താണ് പ്രൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടെ. നല്ല റീസണബിൾ പ്രൈസ് ആണെങ്കിൽ നമുക്ക് എടുക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്. ഒരു ചെറിയ ഷൂ പർച്ചേസ്. ഇവിടെ ഫുള്ള് നരൂട്ടോകളാണ് പോകുന്നുണ്ട്. അങ്ങനത്തെ റാങ്കളാണ് ഗൈസ്. എയർ ജോർഡൻസ് ആണ്. സീൻ എയർ ജോർഡൻസ് സൂപ്പർ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. ഗുഡ് വൺ. OK 吗？ OK 吗 ？OK。OK， 签了哇！15哦。OK 了。OK 了。
ഇവര് കച്ചവടം കിട്ടി പോകണല്ലോ വെരി ഗുഡ് 10 പരിപാടിയുള്ളൂ. ഈ ജാതി ഒന്ന് വാങ്ങണം. ഏത് ആ ചെത്തുന്ന സാധനം. നോ ആ മുളകും പൊടി കിട്ടും മച്ചാ. ഓ ആ ഇട്ടോ സാധാ മുളകും പൊടി. മുളകും പൊടിയാ അവിടെ നോട്ടെ. അണ്ടി വേണ്ട അണ്ടി വേണ്ട സീഡ്നോ വെരി ഗുഡ്. മുളകും പൊടി മണി ആയിപ്പേ. ഉണക്ക കക്ക ഞണ്ട് എന്താവോ ചെമ്മീൻ വെറൈറ്റി സൈസുകളിൽ ഉണക്കിയത്. ഈ ഒരു മാർക്കറ്റ് മൊത്തം ഇങ്ങനെ ഒരു ഉണക്കമീൻ മാർക്കറ്റാണ് എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നട്സും ഉണ്ട്. ഉണക്കമീനും നട്സും എന്താ കോമ്പിനേഷൻ മനസ്സിലാണുള്ളത്. കൂണ്, മഷ്റൂം സാലഡ്, വീണ്ടും ഉണക്കമീൻ, നല്ല സ്മെല്ല് ഏതായിട്ടോ അല്ലേ? എങ്ങനെ ലൈക്കായില്ലേ? ഞങ്ങളത് യദ്ലു മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൻ്റെ അവിടെ അതിന് പോയോണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഗായ്സ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മന്തി കഴിക്കാൻ വന്നു. എന്ന് രാത്രിയാണ് നമ്മളെ മന്തി കഴിക്കാൻ വരല്. സോ അതാ ഞങ്ങൾ ഇവിടെ നമ്മളെ ഹദറൽ മൗത്ത് എന്നാണ് ഇപ്പം പറയല്. ഏതായിട്ടും പിന്നെ ഒരു ഫുഡിൻ്റെ ഷോപ്പിന് സൂട്ടാവാത്തതുകൊണ്ട് നമ്മളത് പറയണില്ല. എന്താണോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഏതായിട്ടും നമ്മളിവിടെ എത്തിന് ഗൈസ് ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇതാ നമ്മൾ ഇതാക്കി വന്നിനെ. എന്ത് റൈസാണ് അത്? റൈസ് കുറുവ ഗൈസ്. ചോറ് നമ്മൾ ഇവിടെ തന്നെ പാക്കിൽ വന്ന് ഇവിടെ നമ്മൾ കെറ്റിലിട്ട് തിളപ്പിച്ച സാധനമാണ്. ഫൈസൽക്ക ഹാപ്പി നാട്ടിലെ കുറുവ. വേറെ വിഷയം മഞ്ഞ ചോറ കുപ്പായ നേർക്കായി എടത് ബന്ധിയിലടത് ഇതാണ് റെഡി ടു ഈറ്റ് കുക്ക്ഡ് കുറുവ റൈസ്. അതാ ചോറ് ഇങ്ങനെ പൊട്ടിച്ചിടുക, കെറ്റിലിട്ടിട്ട് ചോറ് പോലെ പൊട്ടിച്ചിടണേ. അതാ സാമ്പാർ ഗൈസ്. അപ്പുറത്തെ കയ്യിൽ സാമ്പാറുമായി ഫൈസൽജി. ഈ ഫിലിപ്പീനാണ് ഇതിന് നാട്ടിന്ന് വാങ്ങിയതാ. നാട്ടിന്ന് വാങ്ങിയതാ. പറയാൻ പറ്റില്ല. ഇപ്പം അതിനപ്പുറൊക്കെ പറഞ്ഞു നീ ചോറടി ഇത്ര ചോറ് വേണ്ട തോളം പിടി തിന്നേ. കറി വാരി എല്ലാം സക്കരിച്ചല്ലേ. ഇത് ചിലപ്പോ പേടല്ല പോക്കില്ലേ കറി വാരി കറി വാരി പറ്റില്ലടാ. നമുക്ക് എന്നാ മട്ട റൈസ് വാങ്ങിക്കോ. സാമ്പാറിലെ പീസ് ഗൈസ്. ഇത് നല്ല രസമല്ലേ കറിയിട്ടത്. നല്ല സ്മെൽ ഉണ്ടല്ലേ. ഇത് തിന്നാ അച്ചാറ്. അപ്പം നമ്മൾ അവസാനം കേട്ട പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് പോകാണല്ലോ. അത് പരിപാടീസ് നോക്കുകയാണ്. ആൻഡ് കുറച്ച് സാമ്പിൾസ് അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട് മാജിക് ലാമ്പിലേക്ക്. സോ ബാക്കി കാര്യങ്ങൾ അവിടുത്തെ കാണിക്കാം. കോഴിക്കാല് മുട്ടയൊക്കെ വെച്ചിന് ഇവിടെ. അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് തന്നെ മനസ്സിലാവണില്ല. ചോദിച്ചാൽ പറഞ്ഞാൽ ഓൽക്കും അറിയില്ല എന്തൊക്കെയാ ഇത്. സുന കുറച്ച് ചൈനീസ് മുട്ടായികൾ ഇതാണ്. നാട്ടിലേക്ക് ഏതായിട്ട് ഇത് വാങ്ങണില്ല. ശരിക്കും വേറെ തന്നെ മൂഡ് സാധനമുണ്ട്. പിന്നെ കൈയും കാലും കുടലും ഒക്കെ ഉണ്ട് ഇവിടെ. വേണ്ട ഞാൻ അതൊന്നല്ലേ കൊടുത്ത് തിന്നൊന്ന് പുലിട്ട വാങ്ങാം. ആംഗ്യ ഭാഷയാണ് ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ. ഒരു ഇംഗ്ലീഷും ഒന്നും ഇവിടെ വില പോണില്ല. സോ വാൾമാർട്ടിൽ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി ഗോയിങ്. ആ പോണത് എംപ്ലോയി ഓഫ് ദ മന്താണ്. നമ്മൾ ഓഫീസിൽ അങ്ങനെ ആക്കണം. ഒരു മാസം മൊത്തമായിട്ട് നടക്കണം.
ഷോപ്പുകളൊക്കെ ഓഫ്ലൈൻ ഷോപ്പുകളൊക്കെ കൊറിയർ സർവീസ് നടത്തുന്നുണ്ടാണ് അവിടെ. ഇന്ന് രാത്രി ഒരു 6 മണിയാകുമ്പോഴത്തേനും വല്ല മാർക്കറ്റൊക്കെ ഓഫാവും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇത്. ഈ ചെങ്ങായിൻ്റെ മലപ്പുറത്തങ്ങാടി മാതിരിയാണ് ബാസിലിൻ്റെ. 6 മണിയാകുമ്പോഴത്തേനും എല്ലാവരും പേരെ പോവും. ഒക്കെ പൂട്ടി ഗൈസ്. ബാഗ് എടുത്താല് നടക്കാൻ കഴിയില്ല. നമ്മളെ ബാഗ് അവിടെ വെച്ച് ബാസിലിന്റെ ബാഗ് ഇട്ട് നടക്കാം. ബാസിലിന്റെ ബാഗ് ഇട്ട് നടക്കണേ അല്ലേ പൈസ എടുക്കാം. ഞാൻ വാങ്ങിയ 2-3 ജേഴ്സി ഉണ്ട് ബാസിന്റെ. അതുമായി നടക്കുന്നു. ബസ്സിൽ ഫ്രീ ആയി നടക്കുന്നു ഞാൻ. നമ്മുടെ നാട്ടിൽ ആയുർവേദ ഷോപ്പാ. ഒക്കെ മരുന്ന് ഇറങ്ങുക. കഞ്ചാവാണെന്നോ ഡൗട്ടുണ്ട്. എന്തായാലും കുറേ മരുന്നുകളുണ്ട് ഇവിടെ. പൂവും മുട്ടൊക്കെ ആയിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ. പറഞ്ഞാൽ ഒരു അരിസ്റ്റൽ ഇതൊക്കെ മണക്കുണ്ട് ഇവിടെ. ലേഹം അരിസ്റ്റം ദബടിന് എംപ്ലോയി ഓഫ് ദ മന്ത്. ഗൈസ് ഷൂ വാങ്ങാറുണ്ട് ബാസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത്. പിന്നെ നാട്ടിൽ നല്ല കിട്ടും പറഞ്ഞതാണ് കൊണ്ടുപോണ്. ലാസ്റ്റ് പറഞ്ഞത് ഞാൻ വാങ്ങുമ്പോൾ എനിക്കും വാങ്ങി തരാമെന്നുള്ളതാണ്. അപ്പം ആ ഡീലിൽ മുന്നോട്ട് പോവാണ്. പക്ഷേ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവാണ് മന്തി കഴിച്ച് കഴിഞ്ഞ്. ഇവിടെ ഉള്ള അത്ര ക്യാമറ ദുബായിൽ പോലും ഞാൻ കണ്ടില്ല. അത്രയും ക്യാമറ സെറ്റപ്പ് സിസ്റ്റംസ് ആണ്. ഒറ്റയടിക്ക് ഒരു ക്രൈമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം പിടിക്കപ്പെടും. പിന്നെ ക്യാമറ ഇല്ലാത്ത ഏരിയ കൂടെ അവർക്ക് നടക്കാൻ കഴിയില്ല. അല്ല അതിനേക്കാളും വലിയ നിയമമുണ്ട്. ഏതായിട്ടും അപ്പം നമ്മളെ ലാസ്റ്റത്തെ മെട്രോ യാത്രയായിരിക്കും ഇത്. ഇനി നേരെ ടാക്സി വിളിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഒഫീഷ്യലി റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇനി നേരെ നമുക്ക് എയർപോർട്ടിലെത്തണം. എയർപോർട്ടിലെത്തിയിട്ട് അവിടുന്ന് നമ്മളെ ടെർമിനലൊക്കെ കണ്ടെത്തുന്നത് മുഷ്കിലായിരിക്കും. കാരണം ഒരു ഡൗട്ട് പോലും ചോദിക്കാൻ ആരെക്കൊണ്ടും പറ്റൂല എന്നുള്ളതാണ് ഒരവസ്ഥ. പക്ഷേ എയർപോർട്ട് സ്റ്റാഫൊക്കെ ഒന്നും കൂടി അന്ന് വന്ന സമയത്ത് 1-2 ആൾക്കാരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ അടുത്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ ചൈന വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ 1-2 വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തുള്ളൂ പോയി കാണാം.